ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കിലായിരുന്നു. പിന്നെ ആക്റ്റീവ് ആവാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കര ടയർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷിഫ്റ്റ് ചെയ്യുക, കുളിക്കുക, ജസ്റ്റ് കിടന്നുറങ്ങുക, അങ്ങനെ 2-3 ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്. പഴയ വീട്ടിൽ നിന്ന് എല്ലാ സംഭവങ്ങളും കൊണ്ടുവച്ചിട്ട് ഒന്ന് ഫ്രീ ആയിട്ടുള്ളതെന്നാണ് പാലുകാശലൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഹാള് കാണിച്ചു തരാം. ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ അലമ്പായി കിടക്കാണ്. ഇന്ന് തുണിമടക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു മൈ തുണിമടക്കൽ വ്ളോഗ്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്തായിരുന്നു അറിയൂ? അലമാര. വലിയ അലമാര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിറയെ തുണിയാണ് നോക്കുക. ഇതൊക്കെ ഞാൻ ഓൾറെഡി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടെടുക്കുന്ന പണിയല്ലേ. എന്നോട് കുറേ പേര് ചോദിക്കുന്നത് നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ. അപ്പം വല്ല പണിയും പൊടി അല്ലെങ്കിൽ പണിയൊന്നുമില്ലെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പണിയെടുക്കാണ് കഴിച്ചത്. അപ്പോൾ അതിനൊരു തെളിവായിട്ടാണ് ഞാൻ ഈ വ്ലോഗായിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറൊരു കാര്യം തന്നെ, ഞാൻ ഡെയിലി വ്ലോഗ് ഇടുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതിന് വലിയ അലമാരക്ക് നമുക്ക് ഉള്ളിൽ വെക്കാനായിട്ട് നമുക്ക് കുറേ കൈമാറാൻ കുറേ ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എനിക്കതില്ല, ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനുള്ളിൽ സേഫായിട്ട് വെക്കാം. പക്ഷെ താക്കമില്ല. നമ്മൾ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ കട്ടിലിൻ്റെ മുകളിലേക്ക് ബാക്കിയൊക്കെ നമുക്ക് ഇതിൽ തന്നെ വെക്കാം. ഇത് റൊട്ടയിൽ നിറയായിരുന്നു ഡ്രസ്സ് ഉണ്ടായിരുന്നത്. ഓരോന്നായിട്ട് ഇനി ബാക്കി പുറത്തും കൂടി ഉണ്ട്. അത് നമുക്ക് മെല്ലെ എടുത്തിട്ട് കൊണ്ടുവരാം. ഇതും കൂടി ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ തോന്നുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്രയും ഡ്രസ്സാണ് ഞാനിന്ന് മടക്കി വെക്കാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഒരു 10-15 പ്രാവശ്യം ഇടും. അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരുണ്ടോ? ജീൻസ് ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഉള്ളിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ച് കുറച്ച് തുണി എന്തായാലും നാട്ടിൽ കൊണ്ടു കൊടുക്കാനുണ്ട്. അപ്പം അത് ആദ്യം ഒരു ബാഗിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ ഇതാക്കാം. ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോക്സ്, സേഫ്റ്റി പിന്നെ തലയിലിടുന്ന ക്ലിപ്പ്. ഇന്നലത്തെ വ്ളോഗിൽ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കിടന്നുറങ്ങി, ക്ഷീണം കൊണ്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് രാത്രിയാണ് പിന്നെ എഴുന്നേറ്റത്. പുറത്ത് പണിയെടുക്കണോണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പോൾ രാത്രിയാണ് ഞാൻ ഹായ് അവിടെ ഞാൻ ഇവിടെ കുമ്പിടി ഓക്കെ. അപ്പം രാത്രിയാണ് ഞാൻ പിന്നെ എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വൃത്തിക്ക് എൻ്റെ അലമാര വെച്ചത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി എന്നല്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ബാക്കി ഇതിപ്പോൾ ഇന്നലെ അലക്കിയതിൻ്റെ തുണിയാണ് കേട്ടോ. കുറച്ചും കൂടി തുണിയുണ്ട്, അതും കൂടി മടക്കി വെക്കാനുണ്ട്. പക്ഷേ ഇന്നലത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്ര കൂമ്പാരാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം. അത് ഞാൻ നല്ല വൃത്തിക്ക്, ഞാനത് അഭിമാനത്തോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല വൃത്തിക്ക് ഞാൻ അലമാരയിൽ മടക്കി ഇതുവരെ വെച്ചിട്ടില്ല. അത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ദാ ഞാൻ ഓരോന്നും ഓരോ തട്ടിലേക്കും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് താഴ്ന്ന് തുടങ്ങാം. ഗൈസ്, ഇതൊക്കെ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സാണ്. അപ്പം ഇതെന്താ പറയുക, എൻ്റെ ട്രൗസർ, പിന്നെ എൻ്റെ ഷോർട്സ്, പിന്നെ എൻ്റെ ടീഷർട്ട്, പിന്നെ കുറച്ച് അത്രയും പെട്ടെന്ന് എപ്പോഴെങ്കിലും യൂസ് ആക്കുന്ന ഡ്രസ്സ്, പിന്നെ എന്താണ് കുറച്ച് എൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ വീട്ടിലിടുന്ന എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് ഈ ഒരു തട്ടിലേക്കാണ്. ഇവിടെ എൻ്റെ 2 തോർത്തുണ്ട്, പിന്നെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു, അതാണ്. പിന്നെ ഈ ഒരു തട്ടിലേക്ക് പോവുകയാണ്. നമുക്കിപ്പോൾ ചൂട് സീസണാണ്, അതുകൊണ്ട് നമ്മൾ ചൂടുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ട് എൻ്റെ 2 ജാക്കറ്റ്, പിന്നെ എൻ്റെ കുറച്ച് കട്ടിയില്ല കുറച്ച് ബനിയനും ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ടുണ്ട്. എൻ്റെ ചുരിദാർ കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഉപയോഗിക്കാതെ, ചൂടിന് ഉപയോഗിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ ഈ തട്ടിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ സ്പോർട്സ് ബ്രാൻഡ്, പിന്നെ എന്താ പറയുക എൻ്റെ കുറച്ച് പാൻറ്റ്, പിന്നെ എൻ്റെ ടീഷർട്ട്, പിന്നെ എൻ്റെ കുറച്ച് ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ തട്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് പീരിയഡ്സാണ്. അപ്പോൾ പീരിയഡ്സ് കഴിഞ്ഞ് പാഡ് വെച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഇവിടെ എടുത്ത് വെച്ചാൽ. പിന്നെ എന്താ പറയുക എൻ്റെ കുറച്ച് ഉടുപ്പുകൾ, പിന്നെ ഒരു സ്കേർട്ടുണ്ട്, പിന്നെ കുറച്ച് ഉടുപ്പ്, 2 ടോപ്പ്,
പിന്നെ എൻ്റെ കുറച്ച് ഫ്രോക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാലോ വെച്ചിട്ട് അവിടെ സേഫായിട്ട് വെച്ചതാണ്. പിന്നെ നമ്മൾ ഈ തട്ടിലേക്കാണ് പോണത്. ഇതൊക്കെ എനിക്ക് നമ്മളെ സിംഗർ പൗസിന് ചേച്ചീൻ്റെ ബ്രാൻഡാണ്. ഡിയർ ആൻഡ് ഡിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. കണ്ടില്ലേ, ഡിയർ ആൻഡ് ഡിയർ അവരുടെ ബ്രാൻഡ് എനിക്ക് കൊളാബറേഷൻ തന്നതാണ്. അപ്പോൾ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരാം ഞങ്ങളെ. അതിൻ്റെ കുറച്ച് കൊളാബറേഷൻ ഡ്രസ്സ് ഞാൻ വേറെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പാൻസാണ്. ഇത് ഞാൻ എന്താ പറയുക, ജീൻസും എല്ലാം മിക്സഡ് ആയിട്ടുള്ള കുറച്ച് പാൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ജീൻസും കാർഗോവും മാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മുകളിൽ ഇത് കാണിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, എൻ്റെ വെറൈറ്റി ടൈപ്സ് ഇന്നർവേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ ഷർട്ടും പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ എന്താ പറയുക എല്ലാം ഇട്ട് എന്താ പറയുക ജാക്കറ്റായാലും അല്ലെങ്കിൽ ടീഷർട്ടായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകോട്ടും എല്ലാം അതൊക്കെ എൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അലമാരേനെ വൃത്തിയായിട്ട് വെച്ചിട്ടുള്ളത്. കടലേ ഇത് എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും ഞാൻ എനിക്ക് പറ്റണ പോലെ മാക്സിമം ഞാനത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിക്കണം എന്നറിയില്ല. എൻ്റെ ബാക്കിയുള്ള ഇന്നർവേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ മിക്സായി പോകണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പാൻറ്റീസും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചതാണ്. അപ്പം പുറത്ത് നല്ല മഴ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അലമാര കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇന്ന് കഷ്ടപ്പെട്ട് ഞാൻ കുത്തിയിരുന്ന് മടക്കി വെച്ചതാണ്. അപ്പം നിങ്ങൾ എന്തായാലും കാണിക്കണം തോന്നി, അതുകൊണ്ടാണ്. അപ്പം എന്താ പറയുക, വീട് ഇതുവരെ സെറ്റായിട്ടില്ല. ബാക്കി കുറച്ചും കൂടി സെറ്റാവാനുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞിട്ടൊരു ഹോം ടൂർ എന്നുള്ള രീതിക്ക് നിങ്ങളെ വീടൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇപ്പം വീട് ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാത്തത്. കണ്ടില്ലേ, ആ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തത് അതേപോലെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഈ ഒരു സംഭവത്തിൽ ഇതിലുണ്ടായിട്ടില്ല. നമ്മൾ ആകെ ഇന്നലെ കിടക്കണമല്ലോ, കിടന്ന് ഉറങ്ങണമല്ലോ വിചാരിച്ച് നമ്മൾ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി ബെഡിൻ്റെ മുകളിലാണ് തുണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് തുണിയൊക്കെ കറക്റ്റായിട്ട് മടക്കി വെച്ചു. ഇനിയിപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അടുക്കളയത്തെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞ് കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒരു നോക്ക് നല്ല രസമുണ്ടല്ലേ, നമുക്ക് പുറത്തൊക്കെ നല്ല മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ ആ വ്യൂ കാണാം. മമ്മി മഴ പെയ്യാനായപ്പോൾ മമ്മി പറഞ്ഞു നല്ല അട ഉണ്ടാക്കി തരാണ്. നല്ല ചൂടുള്ള അടയും ചായയും കുടിച്ചാൽ ഒരു പണിയിലാണ് ഇങ്ങനെ കുത്തിയിരുന്നിട്ട് മമ്മി ഉണ്ടാക്കി തരുന്നത് തിന്താ. ഹായ് ഹായ്. ഇത്ര നാളും ഞാൻ എറണാകുളത്തേക്ക് വന്നിട്ട് ഒരു 4 വർഷത്തോളം അവരെ. അപ്പം ഇതിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണമൊക്കെ. അത് ഭയങ്കര സന്തോഷമാണ്. ഇത്ര നാളും ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം സംസാരിക്കാനായാലും ആളുണ്ട്, ഫുഡ് ഉണ്ടാക്കി തരാനും ഫുഡ് ഉണ്ടാക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് കഴിക്കാനും എല്ലാത്തിനും ആളുണ്ട്. അപ്പം നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് ബെൽ ബട്ടൺ കൂടി അമർത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരെ ടാറ്റാ.